അത് കാണാനായിട്ട്. ഞാൻ വൈഫിനെ വിളിച്ചായിരുന്നു. വൈഫ് വന്നില്ല, അതിന് ശക്തി പുള്ളിക്കാരത്തേക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും പറഞ്ഞത്. അപ്പോൾ എന്തായാലും പിള്ളേർ വന്നു, പിള്ളേർ സപ്പോർട്ട് ചെയ്തു. എല്ലാം ചിരിയും കളിയൊക്കെ ആയിട്ട് ആ ഒരു സീൻ അവരത് എൻജോയ് എടുത്ത് ഡബ് ചെയ്തപ്പോഴൊക്കെ പിള്ളേരുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇത് കാണുമ്പോൾ അവർ ചിരിയോട് ചിരിയായിരുന്നു. അച്ഛൻ്റെ കോമണത്തിന് കാണുമ്പോൾ ഭയങ്കര ചിരിയാണ്. എന്തായാലും പറഞ്ഞത് ശിവേട്ടൻ അത് മാത്രം നോക്കി. ഞാൻ ശിവേട്ടൻ അങ്ങനെ നോക്കണ്ടേ, അപ്പോൾ ശിവേട്ടൻ വൈഫിനെ നോക്കി. വൈഫ് തിയേറ്റർ കണ്ട വൈഫ് ഭയങ്കര ചിരിയായിരുന്നു, ഭയങ്കര ചിരിയാണ്. അല്ലാതെ തല താത്തിരിക്കൊന്നല്ല, ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഇളകണത് കണ്ടിട്ട് ശിവേട്ടൻ പറയാ അതാ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരത്തി ഞാൻ ചോദിച്ച് എന്താ മോനെ ചിരിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു എന്നെ ശിവച്ചേട്ടാ ബാലൻ ചേട്ടനും വീട്ടിലൊന്നും ഇങ്ങനെ ചേരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എനിക്കത് ഭയങ്കര വിഷമം തോന്നി. ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ബാല നീ അങ്ങനെ ചെയ്യരുത്, നീ വീട്ടിൽ ഇത് വർക്ക് ചെയ്യണം, ഇത് സിനിമയിലും മാത്രം കാണരുത്. പൊക്കാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചെറുതിന് മുതൽ ഭാര്യ തന്നെ വരെ പൊക്കിയതാ. അപ്പോൾ അങ്ങനെ അത് എന്തായാലും ആ സീൻ അടിപൊളി ബാലൻസ് ചെയ്ത് ഞാൻ വിചാരിച്ചെങ്കിൽ അപ്പുറത്തേക്ക് ചെയ്ത് മറ്റേ പെൺകുട്ടി ഇടുക്കി ആ പെങ്കുച്ചും നിഷ ഇടുക്കി അത് ചോദിച്ചോട്ടെ. നിഷാണ് ചോദിച്ചു, നിഷ അതിങ്ങനെ ഇല്ല ചോദിച്ചേട്ടാ ഞാൻ എന്താണ് പേടാ അങ്ങനെ എന്താ പറഞ്ഞേ. അപ്പം പൈസ കൊണ്ട് വന്നെങ്ങനെ, എനിക്ക് പൈസ കൊണ്ട് വന്നെങ്ങനെ, അതിൻ്റെ നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, പൊക്കെ കറക്കി എടുത്ത് പൊക്കെ എന്തുകൊണ്ട് എനിക്ക് വിഷയമില്ല, എനിക്ക് പൈസ കിട്ടണില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവരൊക്കെ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഗുണം. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. നമ്മൾ പൈസ മേടിച്ച് ഒരു സീൻ അഭിനയിക്കാൻ വരുമ്പോൾ അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞതല്ല അതിൻ്റെ ശരി. നമ്മളൊരു പേടാണ് ഒരു പൈസ കൊടുത്ത് അഭിനയിക്കും, നമുക്ക് അതെന്താണെന്ന് അവരൊന്ന് കിട്ടുമെന്നുള്ള അത് കിട്ടണം. എന്തിനാണ് നിഷ ഇടിക്ക് അത് വളരെ ഭംഗിയായിട്ട് ചെയ്ത് അത് എന്തിനായിക്കോട്ടെ ബാലനും അത് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം ടീച്ചർ സത്യം പറഞ്ഞു.